പറഞ്ഞല്ലോ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് വീണു, സ്വയം കുഴിച്ച കുഴിയിൽ. ഇപ്പൊ ഇനി CPM-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും പൂട്ടണം. ഇപ്പൊ അതിനുള്ള തന്ത്രങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതിന് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊന്നും പറ്റത്തില്ല. മെയ്യിലോ ഏപ്രിലോ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഒന്ന് പൂട്ടാൻ പറ്റുമോ, ഒന്ന് കുഴി ചാടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് ഇവിടുത്തെ CPM. ഷാഫി പറമ്പിലിന്റെ രഹസ്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അതുകൊണ്ടാണ്, രാഹുലിനെ പേടിച്ചാണ് ഷാഫി പറമ്പിൽ ഇതുവരെ അദ്ദേഹത്തെ സംരക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ CPM ഒരു ഉണ്ടയില്ല വെടി പൊട്ടിച്ചിരിക്കുന്നത്. ഇത് കേട്ടപാടെ കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം ഇതാ ഷാഫി പ്രതിരോധത്തിൽ നിന്ന് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെണ്ടയ്ക്കാങ്ങ് നിരത്തുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷാഫി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായിരുന്ന സൗഹൃദം അല്ലെങ്കിൽ അടുപ്പം അത് രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു, അല്ലാതെ രാഹുലിന്റെ രീതികളെ മനസ്സിലാക്കിയിട്ട് അതിനോട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടല്ല. ഷാഫി ഒരു രാഷ്ട്രീയക്കാരനാണ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അത്തരത്തിലൊരാളിന് അദ്ദേഹം ഒഴിഞ്ഞ പാലക്കാട് സീറ്റിൽ ജയിച്ച്, അതും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന ഒരു കോൺഗ്രസിന്റെ നേതാവിനോട്, ഒരു ചെറുപ്പക്കാരനോട് ഉണ്ടാവുന്ന അടുപ്പം, അടുപ്പം അല്പം കൂടുതലായിട്ടുണ്ടാവും. കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്, ഒരേ തലമുറയിൽപ്പെട്ടവരാണ്.